ഹലോ എവ്രി വൺ. നമ്മൾ പുതിയൊരു സെമ്മിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾ തേർഡ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജിയോമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. സോ ജിയോമാറ്റിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാരണം നിങ്ങൾ സർവേയിങ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സർവേ ലാബ് കഴിഞ്ഞിട്ടുണ്ടാവും, സർവേ സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ടാവും. സോ സർവേൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റാണ് ജിയോമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഈ സബ്ജക്റ്റിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് പറയുന്നത് ട്രാവൽ സർവേയിങ് ആണ്. നിങ്ങൾ ഓൾറെഡി കേട്ടൊരു ടേം ആയിരിക്കും ട്രാവൽ സർവേയിങ്. നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ സബ്ജക്റ്റിൽ ട്രാവൽ സർവേയിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അതിൻ്റെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളായിരിക്കും ഇത്. ഇതിൽ എന്തൊക്കെ ഈ പ്രസൻറ്റേഷൻ്റെ അകത്ത് ഫസ്റ്റ് മൊഡ്യൂൾ ഫുൾ കവർ ചെയ്യുന്നുണ്ട്. സോ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് സർവേയിങ് എന്നായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സർവേയിങ് പറയുമ്പോൾ എന്താണ് ട്രാവൽ സർവേയിങ്? സർവേയിങ് എന്താണ്? നമുക്കറിയാം, ഒരു റിലേറ്റീവ് പൊസിഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് സർവേയിങ്, അല്ലേ? ഒരു റിലേറ്റീവ് പൊസിഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം, അതിന് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോസസ്സിൻ്റെ പേരാണ് സർവേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രാവൽ സർവേയിങ്? ട്രാവൽ സർവേയിങ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റേഷൻസ്, ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ABCDE ഇതൊക്കെ ഓരോ സ്റ്റേഷൻസ് ആണ്, അല്ലേ? ഈ സ്റ്റേഷൻസ് എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഈ ലൈൻസിനെ നമ്മൾ സർവേ ലൈൻസ് എന്ന് പറയും. ഈ സർവേ ലൈൻസ് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ഡെഫിനിഷൻ ഉദ്ദേശിക്കുന്നത്? ട്രാവേഴ്സിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് സർവേ in which a number of connected survey lines form the framework and the direction and length of the survey lines are measured with the help of an angle and a tape. ഇതാണ് ട്രാവേഴ്സിങ്ങിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. സോ എന്താണ്? ഇറ്റ് ഈസ് എ കണക്റ്റഡ് സർവേ ലൈൻസ് ടു ഫോം ദി ഫ്രെയിംവർക്ക് ആണ്, അല്ലേ? നമുക്കറിയാം രണ്ട് ട്രാവേഴ്സിംഗ് ഉണ്ട്. എന്തൊക്കെയാണത്? ക്ലോസ് ട്രാവേഴ്സിങ്ങും ഓപ്പൺ ട്രാവേഴ്സിങ്ങും. എന്താണ് ക്ലോസ് ട്രാവേഴ്സിംഗ്? നമ്മൾ ഈ ഫിഗറിൽ കാണുന്നുണ്ട്. എന്താണ്? എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഫിനിഷ് ചെയ്യുന്നത്, അല്ലേ? ഒരു ക്ലോസ് ഫ്രെയിംവർക്കാണ്. അതിനെയാണ് ക്ലോസ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ക്ലോസ് ട്രാവേഴ്സ് ഇറ്റ് ഈസ് എ ലൈൻ ഫ്രം എ സർക്യൂട്ട് വിച്ച് എൻഡ്സ് അറ്റ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യുന്ന ട്രാവേഴ്സ് ആണ് എന്ത്? ക്ലോസ് ട്രാവേഴ്സ്. അപ്പം എന്തായിരിക്കും ഓപ്പൺ ട്രാവേഴ്സ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യില്ല, അല്ലേ? ഒരു ഓപ്പൺ ഫ്രെയിംവർക്ക് ആയിരിക്കും. അതാണ് ഓപ്പൺ ട്രാവേഴ്സ്. ഇറ്റ് ഈസ് എ സർക്യൂട്ട് എൻഡ്സ് എൽസ്വെയർ, എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. അതാണ് ഓപ്പൺ ട്രാവേഴ്സ്. അടുത്തത് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിംഗ്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ട്രാവേഴ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മെയിനായിട്ടുള്ള 4 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ഏതാണ്? ചെയിൻ ട്രാവേഴ്സിംഗ്, സെക്കൻഡ് ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിംഗ്, മൂന്നാമത് ട്രാൻസിറ്റ് ടേപ്പ് മെത്തേഡ്, നാലാമത് പ്ലെയിൻ ടേബിൾ ട്രാവേഴ്സിംഗ്. ഇതിൽ നിങ്ങൾ ചെയിൻ ട്രാവേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടാവും, ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടാവും, പ്ലെയിൻ ടേബിൾ ട്രാവേഴ്സിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാത്ത മെത്തേഡ് എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ടേപ്പ് മെത്തേഡാണ്. ഈ മെത്തേഡാണ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെമ്മിൽ പഠിക്കാൻ പോകുന്നതും. സോ എന്താണ് ചെയിൻ ട്രാവേഴ്സിംഗ് എന്ന് നോക്കാം. ചെയിൻ ട്രാവേഴ്സിംഗ് എന്തായിരിക്കും? നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലേ? സർവേയിൽ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുൾ വർക്ക് മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് ചെയിൻ ട്രാവേഴ്സിംഗ്. ഈ ചെയിൻ ട്രാവേഴ്സിംഗ് എന്ത് മെഷർമെൻ്റ് ആയിരിക്കും? ഉള്ളി ലീനിയർ മെഷർമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ എടുക്കുക. ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുമോ ചെയിൻ വെച്ചിട്ട്? ഇല്ല, പറ്റില്ല. ഉള്ളി ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രമേ നമുക്ക് ചെയിൻ ട്രാവേഴ്സിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് പറയാം, ചെയിൻ ട്രാവേഴ്സിംഗ് it is a whole of the work is done with chain and tape. ഞാൻ പറഞ്ഞു, മുഴുവൻ വർക്കും ചെയിൻ ആൻഡ് ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെയോ, no angle measuring instrument is used and the direction of lines are fixed entirely by linear measurements. എന്താ പറയുന്നത്? no angle measuring instrument is used. നമുക്ക് ഒരു ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതെന്തായിരിക്കും? ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ആക്യുറേറ്റ് വർക്ക്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയിൻ ട്രാവേഴ്സിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് സെക്കൻഡ്, ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിംഗ്. ഈ ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിംഗ് തന്നെ ചോദിക്കണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആസ്
ഫ്രീ നീഡിൽ മെത്തേഡ് അല്ലെങ്കിൽ ലൂസ് നീഡിൽ മെത്തേഡ്. ഇപ്പം എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഫ്രീ നീഡിൽ മെത്തേഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ലൂസ് നീഡിൽ മെത്തേഡ് എന്ന് ചോദിച്ചാൽ എന്താണത്? അത് ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിംഗ് ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? സോ എന്താണ് ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിംഗ്? നമുക്കറിയാം ലീനിയർ മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയിനും ആംഗുലാർ മെഷർമെൻറ്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കോമ്പസ് ആണ്. സോ ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിംഗ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? സോ ഇതിൽ ലീനിയർ മെഷർമെൻറ്റ്സും ആംഗുലാർ മെഷർമെൻറ്റ്സും നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അതാണ് ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിംഗ് ആണ്. ഓക്കെ, here the magnetic bearing of a survey lines are measured by a compass and the length of the lines are measured either by a chain or by a tape. Okay, direction of magnetic meridian is established at each station independently. എന്താണ്? The direction of magnetic meridian is established at each station independently. Okay, this method is not accurate as that of transit tape method. ട്രാൻസിറ്റ് ടേപ്പ് മെത്തേഡ് എന്താണ്? മൂന്നാമത്തെ മെത്തേഡാണ് അല്ലേ? ട്രാൻസിറ്റ് ടേപ്പ് മെത്തേഡിൻ്റെ അത്രയും അക്യുറേറ്റ് അല്ല ഏത്? ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ട്രാൻസിറ്റ് ടേപ്പ് മെത്തേഡ്. എന്താണ് ട്രാൻസിറ്റ് ടേപ്പ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ, ഞാൻ ഇതിൽ ഓൾറെഡി പറഞ്ഞു, ട്രാൻസിറ്റ് ടേപ്പ് മെത്തേഡ് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് അതിൽ. ഒന്ന് ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് ആൻഡ് ബൈ മെഷർമെൻറ്റ്സ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ്. ഒന്നേതാണ് ഫാസ്റ്റ് നീഡിൽ മെത്തേഡും അനദർ ബൈ മെഷർമെൻറ്റ്സ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ്. ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൽ നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിംഗ്, ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് മെത്തേഡ്. ബൈ മെഷർമെൻറ്റ്സ് ഓഫ് ആംഗിൾസിലോ നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിളും ഡിഫ്ലക്ഷൻ ആംഗിളും, ഏത് ഇൻക്ലൂഡഡ് ഓർ ഡിഫ്ലക്ഷൻ ആംഗിൾസ്, ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ എന്താണ് ട്രാവേഴ്സിംഗ് ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്ന് നോക്കാം. എന്തായിരിക്കും? മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ട്രാവേഴ്സ് ലൈൻസ് ആർ മെഷേർഡ് ബൈ എ തിയോഡലൈറ്റ് ഫിറ്റഡ് വിത്ത് എ കോമ്പസ്. മാഗ്നറ്റിക് ബിയറിംഗ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? തിയോഡലൈറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഓക്കെ, തിയോഡലൈറ്റിൽ എന്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്? കോമ്പസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. The direction of magnetic meridian is not established at each station, but instead the magnetic bearing of lines are measured with respect to the meridian established at first stations. എന്താ പറയുന്നത്? The direction of magnetic meridian is not established at each station. ഓരോ സ്റ്റേഷൻ്റെ അകത്തും നമുക്ക് മാഗ്നറ്റിക് മെറീഡിയൻ എന്ത് ചെയ്യുന്നില്ല? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റേഷൻ്റെ നമുക്ക് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻസ് മെഷർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേഷൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻസ് മെഷർ ചെയ്തിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാൽക്കുലേഷനും നടത്തുന്നത്. ഓക്കെ, മോർ ആക്യുറേറ്റ് ദാൻ ലൂസ് നീഡിൽ മെത്തേഡ്. എന്താണ് ലൂസ് നീഡിൽ മെത്തേഡ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ്ങിനാണ് നമ്മൾ ലൂസ് നീഡിൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ലൂസ് നീഡിൽ മെത്തേഡ്. പിന്നെയോ the length of lines are measured with steel tape. സ്റ്റീൽ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ലെങ്ത് മെഷർ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ടേപ്സ് അറിയാം അല്ലേ? നമുക്ക് ഇൻവാർ ടേപ്പ് ഉണ്ട്, ക്ലോത്ത്, അങ്ങനത്തെ ഒരുപാട് ടൈപ്സ് ഓഫ് ടേപ്സ് ഉണ്ട്. നമ്മൾ സ്റ്റീൽ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതിലെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് 3 മെത്തേഡ്സ് നമ്മൾ ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഒബ്സർവിങ് ബിയറിംഗ് ഓഫ് ലൈൻസ്. ബിയറിംഗ് ഓഫ് ലൈൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിംഗ്, ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ്, ബാക്ക് ബിയറിംഗ് മെത്തേഡ് അല്ലേ? നമുക്കിനി ഓരോ മെത്തേഡ് എന്താണ് പറയണതെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിംഗ്. ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിങ്ങിൽ എന്താണ് പറയുന്നത്? ഇതിന് ഒരു നിങ്ങൾ 2 ഫിഗർ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ സർവേ ലാബിൽ നിങ്ങൾ തിയോഡലൈറ്റ് കണ്ടിട്ടുണ്ടാവും, ഈ ഇൻസ്ട്രുമെൻറ്റ് കണ്ടിട്ടുണ്ടാവും. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകത്ത് മെയിനായിട്ട് എന്തൊക്കെയുണ്ട്? നമുക്ക് താഴത്ത് എന്തുണ്ട്? ലെവലിംഗ് സ്ക്രൂസ് ഉണ്ട് അല്ലേ? ഫുഡ് സ്ക്രൂസ് താഴത്തുണ്ട്. ഇവിടെയോ? ഇവിടെ വേർണിയർ ഉണ്ട്. വേർണിയറിൽ എന്താണ്? സ്കെയിലിംഗ് നമുക്ക് കാണും അല്ലേ? പിന്നെന്താ? ഐ പീസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു അപ്പർ ക്ലാമ്പ് സ്ക്രൂ ഉണ്ട്, താഴത്തൊരു ലോവർ ക്ലാമ്പ് സ്ക്രൂ ഉണ്ട്. അങ്ങനത്തെ സ്പിരിറ്റ് ലെവൽ ഉണ്ട് അല്ലേ? ടെലിസ്കോം ഉണ്ട്, ഐ പീസ് ഉണ്ട്. ഇതാണ് താഴത്തുള്ള ഫുഡ് സ്ക്രൂസ് ഉണ്ട്. സോ ഇതാണ് ഇൻസ്ട്രുമെൻറ്റ്. ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ? ഈ ഒരു ഫിഗർ നോക്കൂ.
ഒരു പി സ്റ്റേഷൻ, ഒരു പി പോയിന്റ് ഉണ്ട്. പിന്ന് നമ്മൾ എന്ത് നോക്കുന്നു? ക്യൂ നോക്കുന്നു. ക്യൂന്ന് എന്ത് ചെയ്യുന്നു? ആർ നോക്കുന്നു. അങ്ങനെ നമ്മൾ ട്രാവേഴ്സിങ് ചെയ്യുവാണ് അല്ലേ? ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ്? ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാവേഴ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? സെറ്റ് ദ ഇൻസ്ട്രുമെൻ്റ് അറ്റ് പി ആൻഡ് ലെവൽ ഇറ്റ്. പിയിൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് വെക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ലെവൽ ചെയ്യുന്നു അല്ലേ? ലെവലിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് ഇൻസ്ട്രുമെൻ്റ് ലെവൽ ചെയ്യുന്നത്, സെൻറ്റർ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ലെവൽ ചെയ്യുന്നു. പിന്നെയോ സെറ്റ് ദ വേർണിയർ എ എക്സാക്ട്ലി ടു 0 റീഡിങ്. വേർണിയറിൽ നമ്മൾ എക്സാക്ട്ലി എന്ത് റീഡിങ് വെക്കുന്നു? 0 റീഡിങ് വെക്കുന്നു അല്ലേ? 0 വെക്കുന്നു. പിന്നെ ലൂസ് ദ ക്ലാമ്പ് ഓഫ് എ മാഗ്നറ്റിക് നീഡ്. മാഗ്നറ്റിക് നീഡിൻ്റെ ക്ലാമ്പ് എന്ത് ചെയ്യണം? ലൂസ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെൻ്റ് പിയിൽ സെറ്റ് ചെയ്യുന്നു, പിന്നെ വേർണിയറിൽ 0 റീഡിങ് എടുക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് നീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ക്ലാമ്പ് എന്ത് ചെയ്യുന്നു? ലൂസ് ചെയ്യുന്നു. പിന്നെയോ യൂസിങ് ലോവർ ക്ലാമ്പ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ പോയിന്റ് ദ ടെലിസ്കോപ്പ് ടു മാഗ്നറ്റിക് മെറീഡിയൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസിങ് ലോവർ ക്ലാമ്പ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ. ടാൻജൻറ്റ് സ്ക്രൂവും ലോവർ ക്ലാമ്പും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പോയിന്റ് ദ ടെലിസ്കോപ്പ് ടു മാഗ്നറ്റിക് മെറീഡിയൻ. എന്താ മാഗ്നറ്റിക് മെറീഡിയൻ എന്ന് വെച്ചാൽ? റെഫറൻസ് ലൈൻ അല്ലേ? മാഗ്നറ്റിക് മെറീഡിയൻ എന്ന് വെച്ചാൽ റെഫറൻസ് ലൈനാണ്. ഈ റെഫറൻസ് ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പോയിന്റ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രുമെൻ്റ് പിയിൽ വെക്കുന്നു, അത് സെറ്റ് ചെയ്യുന്നു, പിന്നെ വേർണിയർ 0 ആക്കുന്നു, പിന്നെ മാഗ്നറ്റിക് നീഡിലിൻ്റെ ക്ലാമ്പ് എന്ത് ചെയ്യുന്നു? ലൂസ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ലോവർ ക്ലാമ്പും ടാൻജൻറ്റ് സ്ക്രൂവും നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് മെറീഡിയൻ പോയിന്റ് ചെയ്യുന്നു. പോയിന്റ് ടെലിസ്കോപ്പ് ടു മാഗ്നറ്റിക് മെറീഡിയൻ അല്ലേ? പിന്നെയോ സെക്കൻഡ് എന്താ ചെയ്യുന്നത്? ലൂസ് ദ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ദ ടെലിസ്കോപ്പ് ക്ലോക്ക് വൈസ് ടു സൈഡ് ക്യൂ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അപ്പർ ക്ലാമ്പ്, ഈ ഇതിലുള്ള അപ്പർ ക്ലാമ്പ് നമ്മൾ ലൂസ് ചെയ്തിട്ട് നമ്മൾ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ ലൂസ് ചെയ്യുന്നത് അപ്പർ ക്ലാമ്പാണ് കേട്ടോ. ടെലിസ്കോപ്പ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ബൈസെറ്റിംഗ് ക്യൂ ആക്യുറേറ്റ്ലി യൂസിങ് ദി അപ്പർ ടാൻജൻറ്റ് സ്ക്രൂ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂ നമ്മൾ ബൈസെറ്റ് ചെയ്യുന്നു. എന്നിട്ടോ അപ്പോൾ നമ്മൾ ക്യൂ കിട്ടി, ക്യൂ ബൈസെറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വേർണിയറിൻ്റെ അകത്ത് നമുക്ക് റീഡിങ്സ് കാണിക്കും. റീഡ് വേർണിയർ എ വിച്ച് ഗിവ്സ് എ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദ ലൈൻ പി ക്യൂവിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് എന്ത് ചെയ്യുന്നു? നമുക്ക് വേർണിയറിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഇപ്പോൾ പിന്ന് നമ്മൾ ക്യൂ കണ്ടു ചെയ്തു. പിന്നെയോ അടുത്ത എന്താ ചെയ്യേണ്ടത്? വിത്ത് ബോത്ത് ദ ക്ലാമ്പ്, രണ്ട് ക്ലാമ്പ് നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ട് മൂവ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് സെറ്റ് അറ്റ് ക്യൂ. ആദ്യം ഇൻസ്ട്രുമെൻ്റ് എവിടെയാണ് ഉണ്ടായിരുന്നത്? പിയിലാണ് ഉണ്ടായിരുന്നത് അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് പി ക്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻസ്ട്രുമെൻറ്റ് പിന്ന് നമ്മൾ എടുത്തിട്ട് എവിടെ കൊണ്ടുവയ്ക്കണം? ക്യൂവിൽ കൊണ്ടുവയ്ക്കണം. നമുക്ക് ബാക്ക് സൈറ്റിംഗ് കാണണ്ടേ? ഇതേ മെഷർമെൻ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. പി ക്യൂവും ക്യൂ പി എന്താണ്? സെയിം ആണോ കിട്ടുന്നത് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇൻസ്ട്രുമെൻ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യണു? ഇവിടെ കൊണ്ടുവയ്ക്കണം. ഓക്കെ, ഇവിടെ കൊണ്ടുവച്ചു. ഇനി എന്ത് ചെയ്യണം? യൂസിങ് ലോവർ ക്ലാമ്പ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ ടേക്ക് എ ബാക്ക് സൈറ്റിംഗ്. ഇവിടുന്ന് ലോവർ ക്ലാമ്പും ടാൻജൻറ്റ് സ്ക്രൂവും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂവിൽ നിന്ന് പിയിലേക്ക് നോക്കുന്നു. പിന്നെ എന്ത് ചെയ്യണം? ഈ റീഡിങ് എടുക്കും. സി ദ റീഡിങ് ഓൺ എ സ്റ്റിൽ ദ സെയിം ആസ് എ ബിയറിംഗ് ഓഫ് പി ക്യൂവിൻ്റെ സെയിം റീഡിംഗ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു അല്ലേ? ചെക്ക് ചെയ്തു. ഇപ്പം എല്ലാം ചെയ്തു അല്ലേ? പിന്ന് ചെയ്തു, പി ക്യൂ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്യൂവിൽ വെച്ചു, ക്യൂ പി നമുക്ക് സെയിം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? Transit the telescope. The line of sight is now being the direction of PQ while the instrument reads the bearing of the line PQ. The instrument is therefore oriented. So നമുക്ക് എന്താണ്? PQയും QP എന്താണ്? സെയിം റീഡിങ് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെയോ അടുത്തെന്താ ചെയ്യേണ്ടത്? യൂസിങ് ദി അപ്പർ ക്ലാമ്പ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ ടേക്ക് ദ ഫോർസൈറ്റ് ഓൺ ആർ, റീഡ് ദ വേർണിയർ എ വിച്ച് ഗിവ്സ് എ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ക്യൂ ആർ. ഇപ്പം നമ്മൾ പിയും ക്യൂവും ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂവിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സെയിം ആറ് നമ്മൾ നോക്കുന്നു. നോക്കിയിട്ട് എന്താ ചെയ്യുന്നത്? ഫോർസൈറ്റിംഗ് റീഡിങ് എടുക്കുന്നു അല്ലേ? വേർണിയറിന് റീഡിങ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ ക്യൂവിൽ നിന്ന് ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യണം? ആറിൽ കൊണ്ടുവയ്ക്കണം. ആറിൽ കൊണ്ടുവച്ചിട്ട് ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കാണും? ആർ ക്യൂവും കാണും. സോ ക്യൂ ആറും ആർ ക്യൂവും സെയിം ആണോ നോക്കണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്തത്. ശരിയാണ്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ.
അടുത്തത് ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ്. ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് ഇതാണ് മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക? ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് ആണ് മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? അതിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ സെറ്റ് ദ ഇൻസ്ട്രുമെൻ്റ് അറ്റ് പി. പിയിൽ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നു ആൻഡ് ഓറിയൻറ്റ് ദ ലൈൻ ഓഫ് സൈറ്റ് ഇൻ എ മാഗ്നറ്റിക് മെറിഡിയൻ. നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് നമ്മളെല്ലാം ചെക്ക് ചെയ്യുന്നു അല്ലേ? ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ. പിന്നെയോ യൂസിങ് അപ്പർ ക്ലാമ്പ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ ടേക്ക് എ ഫോർസൈറ്റ് ഓൺ ക്യൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യൂവിൽ നമ്മൾ റീഡിങ്സ് നോക്കുന്നു. വേർണിയറിൽ നമുക്ക് പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നു. നേരത്തെ അതേ സ്റ്റെപ്പ്. പിന്നെന്താ ചെയ്യുന്നത്? വിത്ത് ബോത്ത് പ്ലേറ്റ്സ് ക്ലാമ്പ് മൂവ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് സെറ്റ് ഇറ്റ് അറ്റ് ക്യൂ. ടേക്ക് ദ ബാക്ക് സൈഡ് ഓൺ പി. ചെക്ക് ദ റീഡിംഗ് ഓൺ വേർണിയർ എ വിച്ച് ഷുഡ് ബി സെയിം ആസ് ബിഫോർ. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? പിയിൽ നിന്ന് നമ്മൾ ക്യൂ നോക്കി നമുക്കൊരു റീഡിംഗ് കിട്ടി, വേർണിയറിൽ റീഡിംഗ് കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? പിയിൽ നിന്ന് ക്യൂവിലേക്ക് വെച്ചു. ക്യൂന്ന് നമുക്ക് ബാക്ക് സൈറ്റിംഗ് റീഡിങ് നോക്കി സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദ ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് ഓറിയൻറ്റേഷൻ ബൈ 180 ഡിഗ്രി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 180 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. 180 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. എവിടെ വെച്ചിട്ട്? ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ എവിടെയുള്ളത്? ക്യൂവിലാണുള്ളത്. നമ്മൾ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം. എന്നിട്ടോ lose the upper clamp and rotate the instrument clock to take the foresight on R. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ആറിലുള്ള റീഡിംഗ് നമ്മൾ നോക്കണം. വേർണിയറിൽ റീഡിംഗ് നോക്കി. സിൻസ് ദ ഓറിയൻറ്റേഷൻ അറ്റ് ക്യൂ ഇസ് 180 ഔട്ട്, എ കറക്ഷൻ ഓഫ് 180 ഡിഗ്രി ഇസ് ടു ബി അപ്ലൈഡ് ടു ദി വേർണിയർ റീഡിംഗ് ടു ഗെറ്റ് എ കറക്റ്റ് ബിയറിംഗ് ഓഫ് ക്യൂ ആർ. നമ്മൾ എന്ത് ചെയ്യണം? ക്യൂന്ന് നമ്മൾ ആറിലേക്ക് കാണുകയാണ് അല്ലേ? ഇവിടെ എന്ത് ചെയ്തു? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് വരും? ഒരു 180 ഡിഗ്രി കറക്ഷൻ വരും അല്ലേ? നമ്മൾ ആ കറക്ഷൻ കൂടി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ കറക്ഷൻ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ആഡ് 180 ഇഫ് ദ റീഡിംഗ് ഓഫ് ദി വേർണിയർ ഇസ് ലെസ് ദാൻ 180 ഡിഗ്രി. ഇപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയ റീഡിംഗ് ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 180 ഡിഗ്രി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇപ്പം നമുക്ക് കിട്ടിയ റീഡിംഗ് 180 ഡിഗ്രിയിൽ മോർ ദാൻ ആണെങ്കിലോ? നമ്മൾ 180 ഡിഗ്രിയിൽ മോർ ദാൻ ആണ് നമുക്ക് കിട്ടിയ റീഡിംഗ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 180 സബ്ട്രാക്ട് ചെയ്യണം. ഇതാണ് കറക്ഷൻ. എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുക? ഇപ്പം നമുക്ക് കിട്ടിയ റീഡിംഗ് വന്നിട്ട് എത്രയാണ്? ലെസ് ദാൻ 180 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 180 ആഡ് ചെയ്യണം. നമുക്ക് കിട്ടിയത് മോർ ദാൻ 180 ആണെങ്കിൽ നമ്മൾ 180 സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? റീഡിംഗ് ആറിലേക്കുള്ള റീഡിംഗ് എടുത്തു അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? ഈ ഇൻസ്ട്രുമെൻറ്റ് ക്യൂവിലുള്ളത് നമ്മൾ ആറിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ആർ ആൻഡ് ടേക്ക് ദ ബാക്ക് സൈഡ് ഓൺ ക്യൂ. ക്യൂവിലേക്ക് നമ്മൾ ബാക്ക് സൈഡ് ചെയ്തു അല്ലേ? The orientation at R will be out of 180 degree with respect to that of Q and 360 degree with respect to that of P. എന്താ പറയുന്നത്? ആറിൽ ആണ് ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഉള്ളത് അല്ലേ? ആറിന്ന് നമ്മൾ റീഡിങ് ചെയ്യുമ്പം ക്യൂവിലേക്ക് നമ്മൾ 180 ഡിഗ്രിയും പിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 360 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ ഓറിയൻറ്റേഷൻ ചെയ്യുന്നത്. ക്യൂവിലേക്ക് 180യും പിയിലേക്ക് 360 ഡിഗ്രി ആയിട്ടാണ് ഓറിയൻറ്റേഷൻ ചെയ്യുന്നത്. Thus, after taking a foresight at the next station, the vernier reading will be directly give magnetic bearing at the next line without applying any correction of 180 degree. ഇതിൽ നമ്മൾ കറക്ഷൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ കറക്ഷൻ ചെയ്യാത്തത്? നമുക്കറിയാം കറക്ഷൻ ഓഫ് 180 ഡിഗ്രി ഈസ് നെസസറി ഓൺലി അറ്റ് ഈവൻ സ്റ്റേഷൻ. ഈവൻ സ്റ്റേഷനിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് വെക്കുമ്പോൾ മാത്രം. ഇതിപ്പോൾ 1 2 3 ഇതിപ്പോൾ തേർഡ് സ്റ്റേഷൻ അല്ലേ? അപ്പോൾ തേർഡ് സ്റ്റേഷൻ 1 സ്റ്റേഷൻ ഓഡ് സ്റ്റേഷനിലൊന്നും നമ്മൾ കറക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതേ വാല്യൂ നമുക്ക് നോട്ട് ചെയ്യാം. പക്ഷേ ഈവൻ സ്റ്റേഷനിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്ഷൻ ചെയ്യണം അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ കറക്ഷൻ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. 180 ഡിഗ്രി കറക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡ്, ദ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബാക്ക് മിയറിംഗ് മെത്തേഡ്. ട്രാൻസിറ്റിംഗിൽ വരുന്ന ലാസ്റ്റ് മെത്തേഡാണ് ബാക്ക് മിയറിംഗ് മെത്തേഡ്. ഓക്കെ, ഇതിലെന്താ ചെയ്യുന്നത് നോക്കാം. ആദ്യം എന്താ ചെയ്യുന്നത്? സെറ്റ് ദ ഇൻസ്ട്രുമെൻ്റ് അറ്റ് പി ആൻഡ് മെഷർ ദ മാഗ്നറ്റിക് ബിയറിംഗ് പി ക്യൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലേ? ഷിഫ്റ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് സെറ്റ് അറ്റ് ക്യൂ. ടേക്ക് ബാക്ക് സെറ്റിംഗ് പി. വേർണിയറിൽ നമ്മൾ നോട്ട് ചെയ്തു.
അങ്ങനെയെല്ലാം ചെയ്ത് സെയിം പ്രോസസ്സാണ് പിയും ക്യൂവും. പിന്നെന്താ ചെയ്യുന്നത്? യൂസിങ് ലോവർ ക്ലാമ്പ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ ടേക്ക് എ ബാക്ക് സൈറ്റ് ഓൺ പി. ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് നൗ ഓറിയൻറ്റഡ് സിൻസ് ദ ലൈൻ ഓഫ് സൈറ്റ് ഇസ് അലോങ് ക്യൂ പി വിച്ച് when the instrument is reading the back bearing of QP. നമ്മൾ എന്താ ചെയ്തത്? ബാക്ക് ബിയറിംഗ് തന്നെ എടുത്തു അല്ലേ? ക്യൂപ്പിന്ന് ബാക്ക് ബിയറിംഗ് എടുത്തു. പിന്നെന്താ ചെയ്യുന്നത്? ലൂസ് ദി അപ്പർ ക്ലാമ്പ് ആൻഡ് റൊട്ടേറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടു ടേക്ക് ദ ഫോർസൈറ്റ് ഓൺ ആർ. ഇവിടുന്ന് എന്ത് ചെയ്തു? നമ്മൾ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ചെയ്തു. ക്ലോക്ക് വൈസിൽ വേണം എപ്പോഴും ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? 6 നമ്മൾ റീഡിങ് എടുത്തു. ദ റീഡിങ് വേർണിയറിൽ എന്ത് ചെയ്തു? നമ്മൾ QR നമുക്ക് കിട്ടി. അതേപോലെ തന്നെ സെയിം നമ്മൾ പ്രോസസ്സ് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യണം? പിന്ന് ക്യൂ നമ്മൾ കണ്ടു, ക്യൂന്ന് പി നമ്മൾ ബാക്ക് സൈറ്റിങ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം? ഈ ക്ലോക്ക് വൈസ് ക്യൂന്ന് എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് സെയിം 6 കണ്ടു. 6 എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രോസസ്സ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ബാക്ക് ബിയറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ട്രാവേഴ്സിംഗിൽ തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഫസ്റ്റ് എന്തായിരുന്നു? ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡിലാണ് നമ്മൾ ഈ 3 ടൈപ്പ് കണ്ടത് അല്ലേ? ട്രാവേഴ്സിംഗ് ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡിലാണ് ഈ 3 ടൈപ്പ് കണ്ടത്. ഇനി എന്താണ്? ട്രാവേഴ്സിംഗ് ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ്. ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രാവേഴ്സിംഗ് ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ്. ഇതിലെന്താ പറയുന്നത്? Angle between the lines are directly measured by a theodolite. The magnetic bearing of any one of the line is measured and the magnetic bearing of other line is calculated. Magnetic bearing of one line, ഒരു ലൈന് മാത്രം നമ്മൾ മെഷർ ചെയ്തിട്ട് അടുത്ത ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഏതാണ്? ആംഗിൾസ് ആർ മെഷർഡ് either by included angles or deflection angle. എന്താണ് included angle? നിങ്ങൾ പിക്കും തന്നെ നമുക്ക് മനസ്സിലാവും. എന്താണ്? The method consists of measuring each angle from the back sighting on the proceeding station. Included angles can be measured either clockwise or anti-clockwise, but generally എന്താണ്? clockwise ആണ് നമ്മൾ നോക്കുന്നത്. ഉള്ളിലുള്ള included angles എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ആംഗിൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ട്രാവേഴ്സിംഗ് ബൈ included angles. ഇതോ deflection angles ഓ? The deflection angle is an angle which a survey line make with the prolongation of the proceeding line. This method is more suitable for the surveys of road, railways, pipelines, etc. where the survey lines make small deflection. ഇത് അത്രയ്ക്ക് ആക്യുറേറ്റ് അല്ല, ഇത് ആക്യുറേറ്റ് ആണ്. ഇവിടെ ഒരു സ്മോൾ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതാണ് ട്രാൻസിറ്റിംഗ് ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഒന്ന് ഇൻക്ലൂഡഡ് ആംഗിൾസ്, ഒന്ന് ഡിഫ്ലക്ഷൻ ആംഗിൾസ്. ഓക്കെ ആണല്ലോ?